നമസ്കാരം. നവംബർ 1-ന് ധനമന്ത്രി പ്രഖ്യാപിച്ച ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം നവംബർ 6 മുതൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട്. ഇനിയും പലർക്കും തുക എത്തിച്ചേരുവാനുണ്ട്. നവംബർ മാസത്തിലെ പെൻഷൻ തുക എത്തിയവരും ഇനി എത്താനുള്ളവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേറ്റീവായ അറിയിപ്പും കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കാണ് നവംബർ 6 ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെൻഷൻ തുക ലഭിച്ചു തുടങ്ങിയത്. 26 ലക്ഷം പേർക്കാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം നടക്കുന്നത്. ഭൂരിഭാഗം പേർക്കും ഇതിനകം പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞു. സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള വീടുകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് വിതരണത്തിനുള്ള പെൻഷൻ തുക എത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തന്നെ പരമാവധി പേരുടെ കയ്യിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്നതിനുള്ള നടപടിയാണ് നടക്കുന്നത്. നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം നവംബർ 6-ന് ആരംഭിച്ച് നവംബർ 15-നുള്ളിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ധനവകുപ്പിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പെൻഷൻ ലഭിക്കാത്തവർ നവംബർ 15 വരെ കാത്തിരിക്കുക. എന്നാൽ ചിലർക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തെയും ഈ നവംബർ മാസത്തെയും പെൻഷൻ തുക ലഭിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ്. സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഗുണഭോക്താവിന്റെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ID നമ്പറോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അവിടെ കാണാം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ, അതുപോലെ തന്നെ വിവാഹിത പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ വിവാഹിതരല്ല, പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ, ഭിന്നശേഷിക്കാർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിലേതെങ്കിലും വിട്ടുപോയതായി കാണിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിച്ചാൽ തുടർന്നും പെൻഷൻ ലഭിക്കുന്നതാണ്. നവംബർ 15-നുള്ളിൽ ഈ മാസത്തിലെ പെൻഷൻ തുക വന്നില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അവിടുത്തെ പെൻഷൻ വിഭാഗത്തിൽ 2 മാസമായിട്ടും പെൻഷൻ തുക കിട്ടാത്തത് എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്.